ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യവും യേശുവിൻ്റെ വചന നിമിത്തവും നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് എന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ഭാഗ്യ പദവിക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ ഭാരങ്ങളെ അറിയുന്ന ദൈവം, അറിയുക മാത്രമല്ല നമ്മുടെ പ്രതികൂലത്തിൽ ഇറങ്ങി വന്ന്, നമ്മുടെ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്ന്, നാലാമനായി ഇറങ്ങി വന്ന് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ചലിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത, അവർ ഐക്യതയുള്ള സഭയായിരുന്നു, അവർ കാത്തിരിക്കുന്ന സഭയായിരുന്നു, അവർ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, അവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന സഭയായിരുന്നു, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സഭയായിരുന്നു, അവർ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നടക്കുന്ന സഭയായിരുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുന്ന സഭയായിരുന്നു. ആമേൻ. അവർ സുവിശേഷത്തെ പ്രസംഗിക്കുന്ന സഭയായിരുന്നു, അവർ ആത്മാക്കളെ നേടുന്ന സഭയായിരുന്നു. ആമേൻ. സന്തോഷം ഉണ്ടായിരുന്ന സഭയായിരുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു കൂട്ടമായിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്ന 1-ാം നൂറ്റാണ്ടിലെ സഭ. 14-ാമത്തെ അധ്യായത്തിലേക്ക് നാം പോകുമ്പോൾ, 14th chapter, Acts of Apostles chapter 14, കർത്താവിൻ്റെ അഭിഷക്തന്മാര് പൗലോസും ബർന്നബാസും ഇക്കോന്യ, ലുസ്ത്ര, ദുർബ എന്നീ സ്ഥലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പ്രേഷണ്യ ദൗത്യവുമായി പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിസിദ്ധ്യയിലെ അന്ത്യോക്യയിലുണ്ടായ അതിശക്തമായ എതിർപ്പ് കാരണം പൗലോസും ബർന്നബാസും അവരോട് വിട പറഞ്ഞ ശേഷം ഗലാത്യ സംസ്ഥാനത്തിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തു സ്ഥിതി ചെയ്യുന്ന ഇക്കോന്യയിലേക്ക് പോയി. അവിടുത്തെ പ്രത്യേകത, അവിടെ യവന ഭാഷക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഒരു ചെറിയ പട്ടണമാണ്. അന്ത്യോക്യയിൽ നിന്നും ഏകദേശം 60 മൈൽ ദൂരത്തിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള സിനഗോഗിൽ അവർ യഹൂദന്മാരോടും ജാതികളോടും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. യഹൂദന്മാരുടെ ദേവാലയത്തിന്റെ പ്രാദേശിക രൂപമായിരുന്നു സിനഗോഗുകൾ. എന്ന് വെച്ചാൽ നമ്മൾ ലോക്കൽ ചർച്ചുകൾ എന്ന് പറയുന്നത് പോലെ യഹൂദന്മാർ ഓരോ പ്രദേശങ്ങളിൽ അവർ കൂടി വരുവാൻ വേണ്ടി പണി കഴിപ്പിച്ച അവരുടെ ആലയങ്ങളായിരുന്നു സിനഗോഗുകൾ. അപ്പോസ്തലന്മാർ ആദ്യഘട്ടങ്ങളിൽ അവരുടെ വചനപ്രഘോഷണത്തിനായി ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയുള്ള സിനഗോഗുകളായിരുന്നു. സ്തോത്രം. അവിടെ സിനഗോഗുകളായിരുന്നുകൊണ്ട് തന്നെ അവിടെ കൂടി വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും യഹൂദന്മാരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളിൽ ആമേൻ ഈ യഹൂദ മതക്കാരാണെങ്കിൽ കൂടി ഈ കർത്താവിൻ്റെ അഭിഷക്തന്മാർ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ അവർ പലരും തയ്യാറായി. സ്തോത്രം. പക്ഷേ ഇതിനെ എതിർത്തവർ ആമേൻ യഥാസ്ഥിതികളായ ആമേൻ ജാതികളെ പോലും വശത്താക്കിക്കൊണ്ട് മിഷണറിമാർക്കെതിരെ രൂക്ഷമായിട്ട് രംഗത്ത് വന്നു. എങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജൈത്രയാത്ര ചെയ്യുന്ന ജയാളികളായി സാഹചര്യങ്ങളെ ആത്മനിറവിൽ തോൽപ്പിക്കുന്ന അഭിഷേകമുള്ള ദൈവദാസന്മാരെ നമുക്ക് ഈ 14-ാമത്തെ അധ്യായത്തിൽ കാണുവാനായി സാധിക്കും. 14-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയ പുരുഷാരം വിശ്വസിക്കത്തക്കവണ്ണം സംസാരിച്ചു. ഈ അഭിഷക്തന്മാരുടെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ വിശ്വാസത്തോടെ പ്രസംഗിച്ചതുകൊണ്ട് അനേകർ കർത്താവിനെ വിശ്വസിച്ചു. ഒരു കാര്യം നാം വിശ്വസിക്കണം, നമ്മൾ പ്രസംഗിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകളെ മറ്റുള്ളവരെ കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന തിയോളജിയോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന പ്രസംഗത്തിന്റെ പോയിന്റുകൾക്കപ്പുറമായി
ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും എന്ന് വിശ്വസിക്കുക. രണ്ടാമതായിട്ട് വലിയൊരു പുരുഷാരം വിശ്വസിക്കാൻ തക്കവണ്ണം എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആക്ട്സ് ചാപ്റ്റർ 2 ഉൾപ്പെടെ അവിടെ എല്ലാം വലിയ ജനക്കൂട്ടമാണ് കർത്താവിന്റെ വചനം കേൾക്കുവാനായി കടന്നു വരുന്നത്. 3000 പേര് ആദ്യം സ്നാനപ്പെട്ടു, 5000 പേര് രണ്ടാമത് സ്നാനപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്, പട്ടണം മുഴുവൻ 13-ാം അധ്യായം 44-ാമത്തെ വാക്യം, പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെടത്തക്ക രീതിയിലേക്ക് ഓരോ ദിവസവും സഭ ഗ്ലോറി ടു ഗ്ലോറി വളർന്നുകൊണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ 2020 ഡിസംബർ മാസം 4-ാം തീയതി പ്രയർ ലൈൻ വന്ന ദൈവമക്കളുടെ ആത്മാവിൽ പറയട്ടെ, യു ഹാവ് ടു ഗ്രോ ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് സഭ വളരുമ്പോൾ സഭയുടെ വളർച്ചയെ മുരടിപ്പിക്കുവാൻ ആർക്കുമേ സാധ്യമല്ല. ശ്രദ്ധിച്ചേ, വലിയൊരു പുരുഷാരം. ആമേൻ. നമ്മുടെ ചേർച്ചുകളിൽ 50, 60, 70 പേരുണ്ടെങ്കിലും സഭായോഗം തുടങ്ങുമ്പോൾ എത്ര പേർ കാണും? 9:35 ആമേൻ 9:30 പ്രയർ തുടങ്ങുവാണെങ്കിൽ 10 മണി, 11 മണി, 12 മണിക്കൊക്കെ വരുന്നവരുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, വലിയൊരു പുരുഷാരം. ഫ്രണ്ടിൽ ആരുമില്ലെങ്കിൽ അവിടുത്തെ പാസ്റ്റർ ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്, 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എഴുന്നള്ളി വരുന്ന കർത്താവ്. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആ കോണ്ടെക്സ്റ്റിലാണോ? ഐക്യതയെ പറ്റിയ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ്സ് സോ ട്രൂ. പക്ഷേ 2-3 എന്നുള്ള കണക്ക് മാറിയിട്ട് 100 എന്നുള്ള കണക്ക് മാറിയിട്ട് ഇന്ന് രാത്രി കർത്താവ് നമുക്ക് ഒരു വലിയ കാഴ്ചപ്പാട് തരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. രാജാവിൻ്റെ മക്കൾ രാജകീയമായി ചിന്തിക്കുവാൻ തുടങ്ങിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് രാത്രി ആത്മാവിൽ നമുക്ക് ക്ലെയിം ചെയ്യാം, എൻ്റെ പ്രവർത്തനത്തിലൂടെ എന്നിലൂടെ ഒരു വലിയ കൂട്ടം സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക്, ആമേൻ, ദൈവവചന സത്യത്തിലേക്ക് തിരിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കും. സ്തോത്രം. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരെ നേരെ ഇളക്കി അവരെ വഷളാക്കി. ഒരു ഗ്രൂപ്പ് വിശ്വസിക്കാത്തവരാണ് എപ്പോഴും എതിര് നിൽക്കുന്നത്. എപ്പോഴും അവർ എല്ലാത്തിനും എതിര് നിൽക്കും. അവർ ഹൃദയത്തിനകത്ത് വിശ്വാസമില്ല. ദൈവവചനത്തിൽ അവർക്ക് വിശ്വാസമില്ല. ദൈവവചനത്തിൽ വിശ്വാസമില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കൂടെ ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ, അങ്ങനെയുള്ളവരെ പിശാച് കരങ്ങളിലെടുക്കും. Devil will take such people and he will do agreement with them and he will use their tongue as the weapon of the devil. പിശാചിന്റെ ആയുധമായി, പിശാചിന്റെ ആയുധപ്പെരയായി അങ്ങനെയുള്ളവരെ ദൈവം ഉപയോഗിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, ഒരിക്കലും നമ്മുടെ ഹൃദയത്തിനകത്ത് അവിശ്വാസം വരരുത്. നമ്മൾ കേൾക്കുന്ന വചനം അത് 100 മേനി ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തിലേക്ക് അതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയല്ല, ഞങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. യെസ് ലോർഡ്, we are living in that era. യേശുവിൻ്റെ നാമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയാകാൻ വേണ്ടിയാ, നമ്മുടെ ജീവിതം ഒരു അപ്പോസ്തല പ്രവൃത്തിയാകാൻ വേണ്ടിയാ നമ്മൾ ഇത് പഠിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ ജീവിതം ഒരു അപ്പോസ്തല പ്രവൃത്തിയാകണം. എൻ്റെ കരങ്ങൾ അപ്പോസ്തോലിക കരങ്ങളായി മാറണം. എൻ്റെ വാക്കുകൾ അപ്പോസ്തോലിക വാക്കുകളായി മാറണം. ഹല്ലേലൂയ. എൻ്റെ കണ്ണുകളിലൂടെ അഭിഷേകം ഒഴുകണം. ആമേൻ. പാപത്തിൽ എന്നെ പിടിക്കുവാൻ നോക്കുന്നവനെ പോലും ആത്മാവിൽ പിടിക്കത്തക്കവണ്ണം എൻ്റെ കണ്ണുകളിലൂടെ ദൈവിക അഭിഷേകം ഒഴുകണമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, താങ്ക് യു. എതിർപ്പ് വർദ്ധിച്ചു. പക്ഷേ ആമേൻ, 2-ാമത്തെ വാക്യത്തിൽ എതിർപ്പാണെങ്കിൽ 3-ാമത്തെ വാക്യം പറയും, എന്നാൽ ബട്ട്. സീ ദാറ്റ് ബട്ട്. അവിടെ ഒരു കൂട്ടം ആൾക്കാർ ശുശ്രൂഷയ്ക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആത്മാവി ഞാൻ പറയട്ടെ, ആമേൻ, അവിടെ എഴുതി വച്ചിരിക്കുക, 3-ാം വാക്യം ശ്രദ്ധിച്ച്, അവർ വളരെ കാലം അവിടെ പാർത്തു. പിശാചിന്റെ ആഗ്രഹം നീ ഷോർട്ട് ടൈമേ നിൽക്കാവുള്ളെന്ന്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവം നിന്നെ എത്ര നാൾ നിർത്തുവാൻ ആഗ്രഹിക്കുന്നോ അത്രയും നാൾ നീ അവിടെ നിൽക്കണമെന്ന്. യേശുവിന്റെ നാമത്തിൽ ഒരു ദേശത്ത്, ദൈവത്തിന്റെ ആത്മാവിൽ ഞാനൊരു ദൂത് പറയട്ടെ. ഒരു ദേശത്ത്, ഒരു സഭയിൽ, ഒരു കമ്പനിയിൽ
ആമേൻ. എത്ര നാൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ബോസ് അല്ല, അവിടുത്തെ മാനേജർ അല്ല, അവിടുത്തെ അതോറിറ്റി അല്ല, ആ ദേശത്തിന്റെ അധിപതികളല്ല, സഭയുടെ അതോറിറ്റീസ് അല്ല. രാത്രി വിളിച്ചു പറ, പരിശുദ്ധാത്മാവിന് എന്നെ പറ്റി ഒരു നിർണയമുണ്ട്. അതിനു മുമ്പ് എന്നെ പിഴുതു മാറ്റാൻ പറ്റത്തില്ല, അതിനു മുമ്പ് എന്നെ തള്ളി മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടുന്നതിന് മുമ്പേ ദൈവം ഒരു കാലഘട്ടത്തിലെ ആമേൻ അഭിഷക്തനായി എന്നെ കണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിന്റെ അഭിഷക്ത എന്നെ കണ്ടെങ്കിൽ, ഒരു ദേശത്തിൽ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ ആ ദേശത്ത് നിന്ന് എന്നെ നീക്കിക്കളയാൻ ഒരു കൂട്ടുകെട്ടിനും പറ്റത്തില്ല. അവർ വളരെ കാലം അവിടെ പാർത്തു. അപ്പോസ്തല പ്രവൃത്തിയിലെ വേറൊരു വാക്ക് ഞാൻ കടമെടുത്ത് പറയട്ടെ. ദൈവം അവരുടെ നിവാസങ്ങൾക്ക് അതിരുകളും കാലങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി നിങ്ങൾ പറ, ദൈവം ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുവാൻ എനിക്ക് തരുമോ അത്രയും നാൾ ഞാൻ ജീവിക്കും. എന്നെ തലയെടുക്കുവാൻ, എന്നെ കൊന്നുകളയുവാൻ, എന്നെ ആമേൻ അനാഥനാക്കുവാൻ, എന്നെ വിധവയാക്കുവാൻ, എന്റെ അസ്ഥി ഓടിക്കാൻ പിശാചേ നിനക്ക് പറ്റത്തില്ല. It's a command in the name of Jesus. I declare it in the name of the Lord. I decree it in the name of the Lord. ഞാൻ എത്ര നാൾ എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്റെ കർത്താവാണ്. ആത്മാവിൽ വിളിച്ചു പറയുക. അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിൽ പറയുക, എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, ഒത്തിരി പേരെ ഇളക്കി, അവർക്കെതിരെ വഷളാക്കി. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ തൊടാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദ ലോർഡ്. അവിടെ അഭിഷക്തന്മാരെന്താ ചെയ്തത്? ആമേൻ. അടുത്ത വാക്യം, 3-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, കർത്താവിൽ ആശ്രയിച്ചു. അവിടെ നിന്ന് അവർ കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. 2 കാര്യം. ഒന്ന്, അവരുടെ ആശ്രയം അവർ കർത്താവിൽ വർദ്ധിച്ചു വന്നു. പ്രതികൂലം വർദ്ധിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കണം. ആമേൻ. രോഗം വരുമ്പോൾ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ പോകുന്നു. പക്ഷേ കൊറോണ സീസൺ നമ്മളെ പഠിപ്പിച്ചു, ഹോസ്പിറ്റലിൽ പോകാതെയും ആമേൻ വിടുതൽ കിട്ടും. ആമേൻ. ഹോസ്പിറ്റൽ ആന്റിബയോട്ടിക്സ് കഴിക്കാതെയും വിടുതൽ കിട്ടും. എവിടെ? ദൈവസന്നിധിയിലുണ്ട് പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ ആത്മാവിനെ കർത്താവിന് പറഞ്ഞു, ആമേൻ, വീണുപോയ ദാവീദിന്റെ കൂടാരങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ പണിഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അത് കേൾക്കും, ആ ദൂത്. ആമേൻ. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സുകളൊന്നും നിങ്ങൾ ദൈവഹിതമായി മിസ് ചെയ്യരുത്. ആമേൻ. വലിയ ദൈവത്തിന്റെ ദൂതുകൾ നമ്മുടെ ദൈവം പ്രഖ്യാപിക്കും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിതിനെ നിവർത്തും. ആമേൻ. മനുഷ്യരിൽ ശേഷിച്ചവരും അവന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് പൂർവ്വകാലം മുതൽ കർത്താവ് അരുളി ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, 2 കാര്യം. ഒന്ന്, അവർ കർത്താവിൽ ആശ്രയിച്ചു, പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. 2 കാര്യം അവർ ചെയ്തു. കർത്താവിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നില്ലേ? ആമേൻ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ദൈവമക്കളെ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിനെ പോലെ ഭാഗ്യവാൻ ഈ ലോകത്തിലൊന്നുമില്ല. ചില രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞാനോ എൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ചിലർ മെഡിസിനിൽ ആശ്രയിക്കുന്നു, ചിലർ കുഞ്ഞുങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ പണത്തിൽ ആശ്രയിക്കുന്നു, ചിലർ പദവിയിൽ ആശ്രയിക്കുന്നു, ചിലർ ആരോഗ്യത്തിൽ ആശ്രയിക്കുന്നു. നമുക്കിന്ന് രാത്രി ഇതെല്ലാം അങ്ങോട്ട് മാറ്റിവെക്കാം. ഓ കർത്താവേ, ഞങ്ങൾ അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുന്നു. ആമേൻ. യഹോവയെ ആശ്രയിക്കുന്ന ഭക്തൻ അവൻ കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കും. അവനെ കുലുക്കാൻ പറ്റത്തില്ല. അവന്റെ ശക്തി അവന്റെ ശരീരത്തിന്റെ ഉരുക്ക്, അവൻ മുഷ്ടിയല്ല, അവന്റെ ബുദ്ധിയല്ല. അവൻ പറയും, എൻ്റെ കർത്താവാണ് എൻ്റെ ബലം, എൻ്റെ കർത്താവാണ് എൻ്റെ സങ്കേതം, എൻ്റെ കർത്താവാണ് എൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ. ഹല്ലേലൂയ. ആശ്രയിക്കുന്ന പാറ, നാം ആശ്രയിക്കുന്ന പാറ. ഹല്ലേലൂയ. ആശ്രയം ആരല്ല വെച്ചിരിക്കുന്നത്? ആശ്രയം മനുഷ്യനിലാ വെച്ചിരിക്കുന്നത്, ലജ്ജിക്കപ്പെട്ടു പോകും. ആശ്രയം അവൻ ഈ ലോകത്തിലാ വെച്ചിരിക്കുന്നത്, ലജ്ജിക്കപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ലജ്ജിക്കപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സോ വി ക്യാൻ പുട്ട് അവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഓൾമൈറ്റി ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന സഭയായിരുന്നു ആമേൻ 1-ാം നൂറ്റാണ്ടിലെ സഭ. അവരുടെ ആശ്രയം ധനത്തിലല്ലായിരുന്നു. ആമേൻ. അവരുടെ ആശ്രയം പദവികളല്ലായിരുന്നു. ഹല്ലേലൂയ. അവരുടെ ട്രസ്റ്റ് ദൈവത്തിലായിരുന്നു. ആമേൻ.
രാത്രി നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിക്കാം, ദൈവത്തിൽ ആശ്രയം വെക്കാം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയം വെക്കാം, ദൈവത്തിൽ ആശ്രയം വെക്കാം. അപ്പൊ കർത്താവ് പറയാ, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് and do not lean on your own understanding. In your all your ways acknowledge him and he'll make your path straight. നിന്റെ എല്ലാ വഴികളിലും, ആമേൻ, ഹല്ലേലൂയ, എല്ലാ വഴി അങ്ങ് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തേ, അവൻ നിന്റെ പാതയെ നേരെയാക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് ദൂരാൻ പറ്റാത്തത്? നമ്മൾ പൂർണ്ണ ആശ്രയം നമ്മുടെ കർത്താവിൽ വെക്കാറില്ല. പലപ്പോഴും നമ്മൾ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, സ്തോത്രം, ആരെയാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്? ഹല്ലേലൂയ. ആരുടെ മുഖമാണ് നമ്മൾ ആദ്യം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അന്വേഷിക്കുന്നത്? ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയണം, ഹല്ലേലൂയ, പലപ്പോഴും ഞാൻ എൻ്റെ ആശ്രയം മനുഷ്യരിൽ വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുക, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. 28-ാം സങ്കീർത്തനം 6-ാം വാക്യമാ, സ്തോത്രം, 7-ാം വാക്യമാ. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായം ലഭിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷക്തന് അവനൊരു ദുർഗമാകുന്നു. ഇന്ന് രാത്രി നമ്മുടെ മനസ്സ് ദൈവത്തിൽ ആശ്രയിക്കട്ടെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ആശ്രയിക്കട്ടെ. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവത്തിലൊന്ന് ആശ്രയിച്ചേ ദൈവമക്കളെ. കാരണം ആശ്രയിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കൈവിടാത്തൊരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ആരൊക്കെയോ മനുഷ്യർ പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞിട്ട്, യാക്കോബിനെ അമ്മായിയപ്പൻ കബളിപ്പിച്ചതുപോലെ 10 തവണ വാക്കുകൾ മാറ്റി പറഞ്ഞതുപോലെ, ആരെയൊക്കെയോ നഷ്ടബോധത്തിൽ കടന്നു വന്ന ആൾക്കാരെ ആരെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദർശിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. സദൃശ്യവാക്യത്തിലെ വാക്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. സദൃശ്യവാക്യം 3-ന്റെ 5, 6 വാക്യങ്ങൾ. ഇതൊരു ഒരു ആമേൻ, ഒരു വലിയ പ്രസംഗമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ ക്ലാസ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മുടെ അറിവിൻ്റെ മണ്ഡലത്തിൽ പലപ്പോഴും നമ്മൾ ചലിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് ഒരു വിഷയത്തെപ്പറ്റി അറിവുണ്ടെങ്കിൽ ആദ്യം ആധികാരികമായി എടുക്കുന്നത് ആ അറിവിനെ ആയിരിക്കും. എന്നാൽ നമ്മുടെ ആ ബ്രെയിനെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇന്ന് രാത്രി അസാധ്യമായ കാര്യത്തിൻ്റെ മുമ്പിൽ ആ ഫെയ്ത്തിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ, ഫെയ്ത്തിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ, ആമേൻ. ആ വിശ്വാസത്തിന്റെ കണ്ണുകളൊന്ന് തുറന്നു നോക്കിക്കേ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവ് എനിക്ക് തരുന്ന വാക്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ അത് ആത്മാവിൽ ക്ലെയിം ചെയ്തോണം. 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങൾ പറയാം. Psalm 37 verses 4 and 5 says, ആമേൻ, താങ്ക് യു ജീസസ്. ലിസൺ, ഞാനത് വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. താങ്ക് യു ലോർഡ് ജീസസ്. 37-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്. താങ്ക് യു ലോർഡ്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, യഹോവയിൽ ആശ്രയിച്ചു നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിവർത്തിക്കും. കഴിഞ്ഞ നാളുകളിൽ അവൻ ഇച്ഛാഭംഗം സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചു, എല്ലാം കണക്ക് കൂട്ടി വെച്ചു. പക്ഷെ ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ സകലവും തകർന്നുപോയി. സഹോദര, നീ ശ്രമിച്ചത് നിന്റെ ജഡത്തിന്ന്, നീ ശ്രമിച്ചത് നിന്റെ കഴിവുകൾ കൊണ്ടാ. നീ ഇന്ന് രാത്രി ആ കഴിവുകളെയൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിലോട്ടൊന്ന് ആശ്രയിച്ചാട്ടെ. ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടൊന്ന് ആശ്രയിച്ചാട്ടെ. ഹല്ലേലൂയ, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഏതൊക്കെയോ വഴികളിൽ മോഹഭംഗം സംഭവിച്ചവർ, ഇനി നടക്കത്തില്ലെന്ന് ചിന്തിച്ചവരുടെ ആത്മാവിൽ പറയട്ടെ, നിന്റെ അവൻ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആമേൻ. നിന്റെ വഴികളെ ദൈവസന്നിധിയിൽ ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും, ആമേൻ, സ്തോത്രം, പ്രകാശിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ ജീസസ്, വി ബ്ലസ് യുവർ നെയിം, ഓ ഗോഡ്.
ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. സ്ഥിരമാനസൻ തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നവരെ അവൻ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. എവിടെയെങ്കിലും അസമാധാനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കട്ടെ. സ്ഥിരമാനസൻ തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ നനമുള്ള തോട്ടം പോലെ ആയിരിക്കുമെന്ന് യെരമ്യാ പ്രവചനം വിളിച്ചു പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഭയം ഒരു കെണിയാണ്, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സുരക്ഷിതനായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവത്തിൽ ആശ്രയിക്കാം. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്? They trusted in the Almighty God. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിക്കാം. ദൈവത്തിന്റെ വല്ലഭത്വത്തിൽ നമുക്ക് ആശ്രയിക്കാം. 2, അവർ പ്രസംഗിച്ചത് പ്രാഗൽഭ്യത്തോടെയാണ്. പ്രാഗൽഭ്യം. ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഒന്നാമത് നമുക്ക് വേണ്ടുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. രണ്ടാമത് നമുക്ക് വേണ്ടുന്നത് പ്രാഗൽഭ്യമാണ്. പ്രാഗൽഭ്യം. സ്തോത്രം. ആ വചനം നമ്മളിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ, പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ, ഞാൻ നിങ്ങളോട് വചനം പറയുന്നു, ആ വചനം എന്നിൽ ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾ ക്രിയ ചെയ്യത്തുള്ളൂ. എന്നിൽ ആദ്യം അത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിൽ ആ വചനം പ്രവർത്തിക്കത്തുള്ളൂ. ഇങ്ങനെ ഞാൻ പറയട്ടെ, എൻ്റെ അകത്തെ കത്തിക്കാത്ത ഒരു ദൂതിനും നിങ്ങളെ കത്തിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പ്രാഗൽഭ്യം. പക്ഷേ പലപ്പോഴും പിശാച്, പ്രത്യേകിച്ച് ദൈവദാസന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിശാച് ദൈവദാസന്മാരുടെ കുടുംബത്തോട് പോരടിക്കുന്ന ഏറ്റവും അതിപ്രധാനമായ മണിക്കൂറുകൾ ഞായറാഴ്ച രാവിലെ ആയിരിക്കും. ഞായറാഴ്ച രാവിലെ കർത്താവിൻ്റെ ദാസൻ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് പ്രസംഗങ്ങൾ തയ്യാറാക്കും, ദൂതുകൾ തയ്യാറാക്കും. പക്ഷെ രാവിലെ പിശാച് എങ്ങനെയെങ്കിലും തകർത്ത് കളയാനായിട്ട് ആ മെസ്സേജ് അന്ന് പ്രസംഗിപ്പിക്കരുത് എന്ന് ഓർത്ത് കുടുംബത്തിനകത്ത്, ഒന്നീ കുഞ്ഞുങ്ങളിലൂടെ, അല്ലെങ്കിൽ ഭാര്യയിലൂടെ, അല്ലെങ്കിൽ ഭവനത്തിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൂടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവദാസന്മാർ വളരെ കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ട സമയം ഞായറാഴ്ച രാവിലെയാണ്. ദൈവമക്കൾ ഉൾപ്പെടെ അന്ന് നീ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രാക്ടിക്കൽ ലെസൺ പറയാം. ഒരു സഭായോഗം മുടക്കരുത്. രാവിലെ എന്തെങ്കിലും പ്രാഗൽഭ്യത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഭവനത്തിൽ ഉണ്ടായാൽ ഓർത്തോണം, അന്നത്തെ സഭായോഗത്തിൽ എന്തോ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. യെസ്, ദിസ് ഈസ് സോ ട്രൂ പീപ്പിൾ ഓഫ് ഗാഡ്. ഒരു ഞായറാഴ്ച രാവിലെ നിങ്ങൾ ചർച്ചിൽ പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്തൊരു ചെറിയ ഈശാഘോഷം ഉണ്ടായി. I am 100% sure that Sunday you have a breakthrough. നിങ്ങൾക്കൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ഉണ്ട്. നിങ്ങൾ അന്നത്തെ ആ ഒരു പ്രശ്നത്തെ അവിടെ വെച്ച് കരം കൊടുത്ത് പ്രാർത്ഥിച്ച് സോൾവ് ചെയ്ത് നിങ്ങളൊന്ന് ചർച്ചിച്ചെന്ന് നോക്കിക്കേ, അവിടെ ഒരു ഭയങ്കര വിടുതലുണ്ടാകും. പിശാചിനെ നിങ്ങൾ തോപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആത്മാവിൽ ഈ ഒരു സ്ട്രാറ്റജിയെ തിരിച്ചറിയുക. പ്രാഗൽഭ്യത്തെ നശിപ്പിക്കാൻ പിശാച് ശ്രമിക്കും. കത്രുമേശ എടുക്കാതിരിക്കാൻ, നീ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ, നീ പ്രാർത്ഥിക്കാതിരിക്കാൻ പ്രാഗൽഭ്യത്തെ കെടുത്തി കളയും. ഗിൽറ്റ് കോൺഷ്യസ് ഈസ് ദ ഡെവിൾ സ്ട്രാറ്റജി. ഇറ്റ് ഈസ് ദ വെപ്പൺ ഓഫ് ദ ഡെവിൾ. നിങ്ങൾ അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, പറയരുതാത്തത് പറഞ്ഞു പോയാൽ, ചെയ്തരുതാത്തത് ചെയ്തു പോയാൽ, ദൈവസന്നിധിയിലേക്ക് ഓടി അണയാൻ നിങ്ങൾ സമയം അധികം എടുക്കരുത് കേട്ടോ. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഓടി ചെല്ലണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഭൂമി വിഴുങ്ങിക്കളയാമെന്നപ്പോ ഒരു കൂട്ടം ജനം ഓടി ദൈവസന്നിധിയിലേക്ക് വന്ന് അവർ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ കയറി പിടിച്ചതുപോലെ യേശു കർത്താവിനെ കയറി പിടിച്ചോണം. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഒരിക്കലും നിങ്ങളെ ആ ഗിൽറ്റ് കോൺഷ്യസ് നിങ്ങളെ വഹിച്ചോണ്ട് പോകാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പെട്ടെന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ മറവിൽ മറഞ്ഞോണം. ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ആത്മമണ്ഡലത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മീനിനെ പോലെ ഒരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, സാന്നിധ്യം ഒന്ന് സെൻസ് ചെയ്യാൻ, എപ്പോഴെങ്കിലും എൻ്റെ കർത്താപ്പച്ചന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് വിട്ടുപോയാൽ അതിനെ തിരിച്ചറിയത്തക്കവണ്ണം ഒരു ആത്മാവിൽ ഒരു സെൻസ് എനിക്ക് തരണേ. സെൻസ് ഓർഗൻസ്
നമ്മുടെ സെൻസ് ഓർഗൻസ് പോലെ എൻ്റെ അകത്തെ മനുഷ്യന്റെ സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യാനായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആമേൻ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്മെല്ല് കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോഴത്തെ കൊറോണയുടെ ചില സിംറ്റംസിൽ ഒന്നാണെന്ന് തോന്നുന്നു സ്മെല്ലിനെ ബാധിക്കുമെന്നൊക്കെ ഞാൻ വായിച്ചത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ശ്രദ്ധിക്കണ ദൈവമക്കളെ, അപ്പം നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തടിപ്പൊക്കെ ഉണ്ടായാൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അവർ ചോദിക്കും, ഇവിടെ നിങ്ങൾക്ക് സെൻസ് ഉണ്ടോ, തൊടുമ്പോ സ്പർശനശേഷിയുണ്ടോ? അകത്തെ മനുഷ്യന് സ്പർശനശേഷി ഉണ്ടാകട്ടെ. ദൈവ സാന്നിധ്യത്തെ കൊതിക്കട്ടെ. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ദാവീദിനെ പോലെ നിലവിളിച്ച് കരയട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പ്രാഗൽഭ്യമില്ലാതെ ഒരു നിമിഷം പോലും നിൽക്കരുത്. അത് കെണിയാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും, നമ്മുടെ ബ്രേക്ക് ത്രൂസ് നഷ്ടപ്പെടും. ആമേൻ. അവർ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. അവൻ തൻ്റെ അവൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, അവർ പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട്, അതിനകത്തുള്ള ദൈവത്തിൻ്റെ പാർട്ടാണ് ഞാൻ പറയുന്നത്. വാട്ട് ഗോഡ് ഡിഡ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പ്രാഗൽഭ്യത്തോട് മുന്നോട്ട് പോകുമ്പോൾ, ദൈവവചനത്തെ അവൻ വിളിച്ചു പറയുമ്പോൾ, ദൈവം എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവം ചെയ്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. God witnessed. ആമേൻ. ദൈവം ഇറങ്ങിച്ചെന്ന് അവർ പറഞ്ഞ ആ ദൂതുകൾക്കെല്ലാം യെസ് പറഞ്ഞു. ഹല്ലേലൂയ. അവർ പ്രസംഗിച്ച വചനത്തിനെല്ലാം യെസ് പറഞ്ഞു. ആരും ആമേൻ പറയാനില്ലെങ്കിലും കർത്താവ് ആമേൻ പറയാനുണ്ടെങ്കിൽ that is so privileged. ഹല്ലേലൂയ. കർത്താവ് ഇറങ്ങി ആമേൻ പറഞ്ഞു. അവർ പ്രസംഗിക്കുന്നത് ഞാൻ ആത്മാവിൽ ഇതിനെ കണ്ടു. ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങിച്ചെന്ന് ആമേൻ പറഞ്ഞു. നീ പറഞ്ഞ കറക്റ്റ് ആണ്. ഐ ആം ദ വിറ്റ്നസ്. കറക്റ്റ് ആണ്. യേശുവിൻ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി ദൂതന്മാർ നമ്മോടൊപ്പം സന്തോഷിക്കട്ടെ. കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ വചനത്തിന് സാക്ഷ്യം പറയട്ടെ. ഹല്ലേലൂയ. എന്തുവാ സാക്ഷ്യം എന്ന് പറയുന്നത്? സത്യമാണെന്ന് തെളിയിക്കാൻ കൂടെ നിൽക്കുന്നതാ സാക്ഷി എന്ന് പറയുന്നത്. ഞാൻ കണ്ട കാര്യമാ, അത് മാത്രമാണ് സത്യമെന്ന് പറയുന്നതല്ലേ സാക്ഷി എന്ന് പറയുന്നത്. കർത്താവ് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രസംഗത്തിന് സാക്ഷ്യം നിന്നു. അവരുടെ വചനത്തിന്റെ പ്രത്യേകത, അത് കൃപയുടെ വചനമായിരുന്നു. ഇറ്റ് വാസ് ദ മെസ്സേജ് ഓഫ് ഗ്രേസ്. കൃപയുടെ വചനത്തിന് ദൈവം സാക്ഷി നിന്നു കേട്ടോ. അവൻ അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ആമേൻ, സ്തോത്രം. ആമേൻ. അവരുടെ കൈകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ദൈവം അവർക്ക് വരം നൽകി. ഒരു വെളിപ്പാട്, ഒരു ദൂത് ഈ വാക്യത്തിൽ നിന്ന് കിട്ടി. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്ന്, ദൈവം നാം പറയുന്ന വചനത്തിന് സാക്ഷ്യം പറയുക. God is approving your sermon. God is approving your message. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു രോഗി സൗഖ്യമാകാൻ, അവൻ ബന്ധനം മാറിപ്പോയാൽ, ആരെങ്കിലും പിന്മാറ്റക്കാരും മടങ്ങി വന്നാൽ, ഏതെങ്കിലും കുടുംബം ദൈവത്തിൽ യഥാസ്ഥാനപ്പെട്ടാൽ, അതിൻ്റെ ഒന്നാമത്തെ കാരണം ദൈവത്തിൻ്റെ ഹല്ലേലൂയ അപ്രൂവൽ. സ്തോത്രം. ദൈവം അതിന് സാക്ഷ്യം പറയാ. ഈ വചനത്തിന്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം സത്യമാണെന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഒരാൾ സൗഖ്യമാകുന്നത്. രണ്ടാമത് ഓർത്തുകൊള്ളുക, ആമേൻ, ദൈവം എൻ്റെ കരത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. താങ്ക് യു ജീസസ്. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ്. അതൊരു ഗിഫ്റ്റ് ആണ്. ആമേൻ. കൃപ നൽകി. അവർക്ക് വരം നൽകി. ആമേൻ. അവർക്ക് വരം നൽകി. സോ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് കൊതിയുണ്ട്? ദൈവത്തിന് ഇന്ന് രാത്രി ഒരു കൊതിയുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ, ദൈവത്തിൻ്റെ പുത്രനെ പോലെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഒന്ന് നോക്കിക്കേ. ആമേൻ. ഒന്ന്, കർത്താവ് പ്രസംഗിച്ചു. രണ്ട്, ആമേൻ, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഹല്ലേലൂയ. പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. കർത്താവിന്റെ ശുശ്രൂഷ പാരലായിട്ടാ കൊണ്ടുപോയത്. ആരൊക്കെയോ എവിടെയൊക്കെയോ കളിയാക്കി പറഞ്ഞതുകൊണ്ട് അടിയറവ് വെക്കരുത്. ഇത് ബിസിനസ്സിന് വേണ്ടിയുള്ളതല്ല.
ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇത് സ്തോത്രം പരസ്യം ചെയ്യാനുള്ളതല്ല, ഇത് തട്ടിപ്പല്ല. ആരെങ്കിലും കളിയാക്കി പറയട്ടെ, ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങൾ പറയണം, ഞാൻ വചനം പ്രഖ്യാപിക്കുമ്പോൾ, ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പാടുമ്പോൾ, ഞാൻ നടക്കുമ്പോൾ എൻ്റെ നിഴലടിക്കുന്ന രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകണം. കർത്താവേ, ആ ഗിഫ്റ്റ് എനിക്ക് വേണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ഞാൻ ആത്മമണ്ഡലത്തിൽ ആമേൻ കർത്താവിനോട് ചേർന്ന് നിന്ന് പറയട്ടെ, God has an urgency. ദൈവത്തിന് അങ്ങനെ ഒരു തലമുറയെ പത്രോസിനെ പോലെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കാൻ കൊതിയുണ്ട്. Can you carry the miracles of Jesus unto the uttermost part of the world? God is filling you with miracles. യേശുവിന്റെ നാമത്തിൽ നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓ റമശാന്തരാജാനസ്യന്ധര, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമായി കർത്താവ് തന്റെ വചനത്തെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇറ്റ്സ് എ ഗിഫ്റ്റ് മക്കളെ, അത് ഗിഫ്റ്റ് ആണ്. ഹല്ലേലൂയ. ജോസഫിന് നല്ലൊരു ഗിഫ്റ്റ് അപ്പൻ കൊടുത്തപ്പോ മറ്റ് സഹോദരന്മാർക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. ആരെങ്കിലും ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ മാറി നിന്ന് കളിയാക്കരുത് കേട്ടോ. നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. മുടന്തന്മാർ എഴുന്നേറ്റ് നടക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. കണ്ണു കാണാത്തവർ യേശുവിന്റെ നാമത്തിൽ കാഴ്ചശക്തി പ്രാപിക്കട്ടെ. ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. മരിച്ചവർ എഴുന്നേറ്റ് നടക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മുടെ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സോ ആമേൻ. എവിടെയൊക്കെയോ ആമേൻ പിശാച് നമ്മളെ ആമേൻ പറഞ്ഞു കബളിപ്പിച്ചു, ഇത് നിന്ന് പോയെന്ന്. എവിടെയൊക്കെയോ പിശാച് പറഞ്ഞു ഇതൊക്കെ കളിപ്പീരാണെന്ന്. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയിൽ ഞാൻ ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ലോർഡ്, വി ആർ ദ മിറക്കിൾ വർക്കേഴ്സ്. യേശുവിന്റെ നാമത്തിൽ വി ക്യാരി ദി അപ്പോസ്തോലിക് അനോയിന്റിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ഗോറമശാന്തന. ജീവിക്കാൻ നിർവാഹമില്ലാതെ അടുത്ത പടി ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുടുംബങ്ങളെ സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് പിടിച്ചു കൊടുക്കുന്ന, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് ചിലരെ കണക്ട് ചെയ്യുന്ന അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ എന്നിലൂടെ വെളിപ്പെടുവാൻ എത്ര പേര് ഇന്ന് രാത്രി സമർപ്പിച്ചപ്പോഴും നിങ്ങളുടെ കരം ഒരു അത്ഭുതത്തിന്റെ ചാനലായി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ കാതുകൾ അത്ഭുതത്തിന്റെ ചാനലായി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ നാവുകൾ അഗ്നിനാവുകളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിടുതലുകളെ പ്രഖ്യാപിക്കുന്ന നാവുകളായി തീരുകയാണ്. Say, I am a miracle. I am a miracle. God is pouring out that gift unto his people. ദൈവജനത്തിലേക്ക് ദൈവ അത്ഭുതത്തെ പകരുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആമേൻ ഉണ്ടാകുവാൻ വരം നൽകി. അവരുടെ കയ്യാ ദൈവം ഉപയോഗിച്ചത്. യെസ്, God is using your hand. Come on, in the name of Jesus. God used the hands of apostles to do miracles, and it was a gift from the Lord. Hallelujah. Oh my God, thank you Jesus. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തുമായി. അവരെ മാനിപ്പാനും കല്ലെറിയുവാനും ആമേൻ ജനങ്ങൾ യഹൂദന്മാരും സ്തോത്രം ഹല്ലേലൂയ അവിടുത്തെ പ്രമാണികളുടെ ഒരു ആമേൻ സ്തോത്രം അവരെ അവമാനിപ്പാനും അവരെ അവമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. അവർ ആത്മാവിൽ സെൻസ് ചെയ്തു ഒരു വലിയ അക്രമം സംഭവിക്കാൻ പോകുകയാണ്. പക്ഷെ അവർ അവിടെ നിന്ന് ലുദ്ര, ദർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. ഒരു സ്ഥലത്തു നിന്ന് ഓടി വേറൊരു സ്ഥലത്തേക്ക് പോയി അവർ കർത്താവിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടേയിരുന്നു. ശ്രദ്ധിക്കണമേ, അടുത്ത 8 മുതൽ സ്തോത്രം 10 വരെയുള്ള വാക്യങ്ങൾ ഒരു മിറക്കിളാണ് നമുക്ക് കാണുന്നത്. ദൈവം വരം കൊടുത്തിരിക്കുമായിരുന്നു മിറക്കിൾ ചെയ്യാൻ വേണ്ടി. ദൈവമക്കളെ, ഒരു ഓട്ടോമാറ്റിക്കലി ഒരു മിറക്കിൾ ഉണ്ടാകത്തില്ല. യു ഹാവ് ടു ബി കോൺഷ്യസ് അബൌട്ട് ദ മിറക്കിൾ. നിങ്ങൾ അതിനെ അഡ്രസ് ചെയ്യണം. ഒരു രോഗി നിങ്ങളുടെ മുമ്പിൽ വരിക, നിങ്ങൾ വിശ്വസിക്കണം ഇവന്റെ നരിയാണികൾ ദൈവം ഉറപ്പിക്കും.
ഇവൻ്റെ കാലുകളെ ദൈവം ഉറപ്പിക്കും. വർത്താനം പറയാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ഈ മനുഷ്യൻ വർത്തമാനം പറയും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ നാവിൻ്റെ കെട്ടഴിയും. ഇവനെ ഊമനാക്കി വെച്ചിരിക്കുന്ന അന്ധകാരം, ഭൂതശക്തി ഇവനിൽ നിന്ന് വിട്ടുമാറും. ഇവനെ ചെകിടനാക്കി വെച്ചിരിക്കുന്ന അന്ധകാര ശക്തി ഇവനിൽ നിന്ന് വിട്ടുമാറും. നിങ്ങൾ പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് MTHും BDയും ഡോക്ടറേറ്റ് ഒന്നും വേണ്ട. അതിന് വേണ്ടുന്നതാണ് അനോയിന്റിങ്. യു ഷുഡ് ഹാവ് ദ അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. യു ഷുഡ് ഹാവ് ദ ഫെയ്ത്ത്. നിങ്ങൾക്ക് വിശ്വാസം വേണം. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം. നിങ്ങൾ വിശ്വാസത്തോടെ മലയോട് പ്രഖ്യാപിച്ചാൽ, മലയോട് പറഞ്ഞാൽ ആ മല ചാടി കടലിൽ പോകുമെന്നാ പറഞ്ഞേ, മല മാറിപ്പോകുമെന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവജനം ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ ചിലത് ആത്മമണ്ഡലത്തിൽ നടക്കുമെന്ന് വിശ്വസിക്ക്. ഒരു അഭിഷക്തൻ ചലിക്കുമ്പോൾ അഭിഷേകം കൂടെ ചലിക്കട്ടെ. ചലിക്കും. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഓൺലി വൺ തിങ് യു ഹാവ് ടു പ്രൊക്ലെയിം. നിങ്ങൾ പറയണം, കുരുടനെ നോക്കി പറയണം, നീ സൗഖ്യം പ്രാപിക്കട്ടെ. തളർവാദ രോഗിയെ കണ്ടിട്ട് പറയണം, നീ സൗഖ്യം പ്രാപിക്കട്ടെ. ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾ അത്ഭുതം കാണും. ദൈവകരം ചലിക്കുന്ന നിമിഷങ്ങളാണിത്. ഈ സമയം പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ആമേൻ. ഒന്ന് ദൈവകാര്യങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എന്നെ ഒന്ന് ഉപയോഗിക്കണേ. കർത്താവേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. അന്നേരം കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്നിട്ട്, മക്കളെ, നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചേക്കുന്നത്. ഹല്ലേലൂയ. ഐ മെയ്ഡ് യു ഫോർ ദാറ്റ്. നിന്നെ അങ്ങനെ കസ്റ്റം മെയ്ഡ് ചെയ്ത് വിട്ടേക്കാം ഞാൻ. എൻ്റെ ശക്തിക്കായിട്ട്, എൻ്റെ മഹത്വത്തിനായിട്ട്, ഈ തലമുറയെ നീക്കാനായിട്ട് ഞാൻ നിന്നെ കസ്റ്റം മെയ്ഡ് ചെയ്തേക്കുക. നിങ്ങൾ പറയണം, ഐ എം കസ്റ്റം മെയ്ഡ് ബൈ ദ ലോർഡ്. ആമേൻ. ടു ബി യൂസ് ഫോർ ഹിസ് ഗ്ലോറി. എന്നെ ദൈവം പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചേക്കുക. എന്തിനാണെന്നറിയാമോ? അത്ഭുതത്തിന്റെ വാഹകനാകാൻ വേണ്ടി, അത്ഭുതം ചെയ്യാൻ വേണ്ടി. ആമേ മിറക്കിൾ വർക്കർ. ആമേ കസ്റ്റം മെയ്ഡ് മിറക്കിൾ വർക്കർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നെ സൃഷ്ടിച്ചത് തന്നെ അത്ഭുതം ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ പറയണം. യേശുവിന്റെ നാമത്തിൽ ലോകക്കാർക്ക് ഞാൻ ഒരു അത്ഭുതമാണ്. Psalm 71:7 ഞാൻ ഈ പറയുന്നത്. സങ്കീർത്തനം 71:7 ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. Yes, Lord. Amen. If prayer is your habit, then miracle will be your lifestyle. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ഹാബിറ്റാ പ്രാർത്ഥനയെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മിറക്കിൾ ആയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഒരു കൂട്ടം അത്ഭുതത്തിന്റെ ശുശ്രൂഷകന്മാർ ഈ രാത്രിയിലെ കൂട്ടായ്മയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് വരട്ടെ. സ്തോത്രം. ലുസ്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു ഡോക്ടറിന്റെ റിപ്പോർട്ടാണ് ഫിസീഷ്യൻ ലൂക്ക് എഴുതുക. അമ്മയുടെ ഗർഭം മുതലേ അവൻ മുടന്തനായിരുന്നു. എന്ന് വെച്ചാൽ ഡോക്ടർമാരുടെ കയ്യിലോട്ട് ഇവന്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ ഇവൻ നടന്നിട്ടില്ല. പിച്ച വെച്ചിട്ടില്ല. അവൻ പിച്ച വെച്ച് നടന്നിട്ടില്ല. അവൻ പിച്ച വെച്ച് നടന്നിട്ടില്ല. അവന് കാലിന് ശക്തിയില്ല. ഡോക്ടറുടെ റിപ്പോർട്ട് കേട്ടോ. ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ ഇരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ അവൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. ആ ഒറ്റ വാക്യത്തിനകത്ത് എത്ര കാര്യങ്ങൾ ഡോക്ടർ എഴുതി പരിശുദ്ധാത്മാവിൽ. അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരുന്നു. 2, അവൻ ഒരിക്കലും നടന്നിട്ടില്ല. 3, അവൻ്റെ കാലിന് ശക്തിയില്ല. അവൻ ഇരിക്കുമായിരുന്നു. ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അവൻ പൗലോസ് സംസാരിക്കുന്ന കേട്ടു. അവൻ പൗലോസിന്റെ ശബ്ദം കേട്ടു. ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. അഭിഷേകം പ്രാപിച്ചവന്റെ ശബ്ദം കേൾക്കുമ്പോൾ രോഗിയുടെ അകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇവൻ പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യമാക്കും. ഗ്ലോറി. ഇവന്റെ വാക്കിനകത്ത് അഭിഷേകമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി സെൻസ് ചെയ്യട്ടെ. നിങ്ങളുടെ സൗഖ്യം നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുക. നിങ്ങളുടെ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുക. ആമേൻ. അനോയിന്റിംഗ് വിൽ ഫ്ലോ ത്രൂ യുവർ വോയിസ്. നിങ്ങളുടെ ശബ്ദത്തിന്റെ അകത്തൂടെ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവൻ പൗലോസ് സംസാരിക്കുന്ന കേട്ടു. അവനെ ഉറ്റുനോക്കി. ആമേൻ. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസം ഉണ്ടെന്ന് കണ്ടു. ആ മനുഷ്യൻ നോക്കുന്ന കണ്ടപ്പോ തന്നെ പൗലോസിന് മനസ്സിലായി ഇവന് വിശ്വാസം ഉണ്ടെന്ന്. വാവ്, ദാറ്റ് ഈസ് ഡിസേൺമെന്റ്. Thank you, Jesus' name. We bless your name, O God. Hallelujah. Thank you, Lord. അപ്പോ ഏതോ ദൈവദാസന്മാര് പറഞ്ഞതുപോലെ
പൗലോസും പത്രോസും അപ്പോസ്തലന്മാരൊക്കെ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള ചാൻസ് നോക്കി നടക്കുമായിരുന്നു. അവർക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ എന്ന് നോക്കുവല്ലായിരുന്നു, ആരെങ്കിലും വിമർശനക്കുറിപ്പ് എഴുതുന്നുണ്ടോ എന്ന് നോക്കുവല്ലായിരുന്നു. Each and every opportunities in their life, they used it to perform miracles. അവരുടെ ഗിഫ്റ്റ് അവർ ഓപ്പറേറ്റ് ചെയ്തു. വിളക്ക് കത്തിച്ച് പറയും കിഴി വെച്ചില്ല, അവരുടെ ഗിഫ്റ്റ് അവർ ഓപ്പറേറ്റ് ചെയ്തു. ദൈവം ഒരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് തന്നത് വിനിമയം ചെയ്യാൻ വേണ്ടിയാ. കുഴിച്ചിടരുത്. രോഗികൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു അത്ഭുതത്തിന്റെ വിളി കിടപ്പുണ്ട്. മറ്റുള്ളവർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ആശ്വാസമായി തീരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലൊരു വിളി കിടപ്പുണ്ട്. നിങ്ങൾ 10 വാക്ക് പറയുമ്പോൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലൊരു വിളി കിടപ്പുണ്ട്. കുഴിച്ചിടരുത്. യേശുവിന്റെ നാമത്തിൽ ആളി കത്തിക്കണം. അത് തീയായി മാറണം. ഇന്ന് രാത്രി ഒരു തീപ്പൊരി മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ അന്തരാത്മാവിൽ കിടക്കുന്നുള്ളായിരിക്കും. യേശുവിന്റെ നാമത്തിൽ വലിയ ബ്ലോവർ വെച്ചടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ ഊതി കത്തിക്കുക. യേശുവിന്റെ നാമത്തിൽ God is igniting. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അയ്യോ, പാസ്റ്ററിനെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയരുത്. ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ പാസ്റ്റർക്ക് സമയമില്ലെന്ന്. യു ആർ anointed. ഒരു ദൈവദാസൻ എന്നുള്ളതിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, യു ആർ anointed. നിങ്ങളെ ദൈവം അധികാരം തന്നിരിക്കുക, നിങ്ങളുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുക. Pray for such people and they will be healed. അങ്ങനെയുള്ള അവസരങ്ങളെ ഉപയോഗിക്കുക. Use that opportunities for the glory of God. അവൻ നോക്കിയപ്പോൾ തന്നെ പൗലോസിന് മനസ്സിലായി ഇവന്റെ മേൽ വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ കാലൂന്നി എഴുന്നേറ്റ് നീ നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. കൈവച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ഭൂതത്തെ ശാസിച്ചില്ല. അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു. മൈ ഗാഡ്. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് അവിടെ നിൽക്കുന്ന പുരുഷാരം മുഴുവൻ അത് കണ്ടു. നിങ്ങൾക്കറിയാമോ, ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പൗലോസ് ലീഗ ചെയ്ത അതേ അത്ഭുതങ്ങൾ പത്രോസ് ലീഗ ചെയ്ത അതേ അത്ഭുതം പൗലോസിലൂടെയും കർത്താവ് റിപ്പീറ്റ് ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരാളിലൂടെ ചെയ്തത് വേറൊരാൾക്ക് കൊടുക്കത്തില്ലെന്നില്ല കേട്ടോ. ദൈവം നമ്മളിലൂടെയും അത് ചെയ്യിക്കും. രാത്രി പറ, കർത്താവേ, അങ്ങ് പത്രോസിനെ കൊണ്ട് ചെയ്യിച്ചു. സുന്ദരമെന്ന ദേവാലയത്തിന്റെ പടിവാതിക്കലിരുന്ന രോഗിയെ അവന്റെ നരിയാനുകളെ ഉറപ്പിച്ച് ചാടിയും തുള്ളിയും ദേവാലയത്തിലേക്ക് അവൻ പോയി. പൗലോസിന്റെ കാലഘട്ടത്തിൽ സ്തോത്രം, ലുസ്രയിൽ ഇരുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത, കാലിന് ശക്തിയില്ലാതെ ഇരുന്നിരുന്ന ആ ചെറുപ്പക്കാരനെ കുതിച്ചെഴുന്നേൽപ്പിച്ചു. അതേ ശക്തി എന്നിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുക. Lord, do it again through me. Use it for your glory. ഒരു പത്രോസിനെ പോലെ, പൗലോസിനെ പോലെ എന്നെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേര് ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ. Thank you, Lord Jesus. Lord, we glorify your name, oh Jesus. Glorify your name, oh God. കർത്താവേ, do it again. എന്നിലൂടെ അത് ചെയ്യണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇനി നടക്കുമെന്ന്. കാരണം അവന്റെ അമ്മയുടെ ഗർഭം മുതൽ അവൻ മുടന്തനായിരുന്നു. ആമേൻ. ഇതേപോലെ തന്നെ ഒരു മനുഷ്യനെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 3:1 മുതൽ 10 വരെ കണ്ടത്. അവന്റെ അമ്മയുടെ ഗർഭം മുതൽ അവൻ മുടന്തനായിരുന്നു. ആമേൻ. ഇവർ ഇരുവരും, രണ്ടുപേരും ആശയറ്റുപോയ പാപികൾക്ക് സാദൃശ്യമാണ്. They are the symbols of sinners. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ പാപത്തിൽ മുടന്തനായി പോയ മനുഷ്യനെയാണ് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നത്. സ്തോത്രം, ആമേൻ. നമുക്ക് ആരോഗ്യമുള്ള കാലുകൾ ദൈവം തന്നതോർത്ത് നന്ദി പറയുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രം പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഈ വിശ്വാസം എങ്ങനെ ആ ചെറുപ്പക്കാരനിലുണ്ടായി? ഞാൻ വിശ്വസിക്കുന്നു പൗലോസിന്റെ പ്രസംഗം
ഈ വ്യക്തി കേട്ട് കാണും. അതവനിൽ വിശ്വാസമുളവാക്കി. വിശ്വാസം ദൈവവചനത്തിന്റെ കേൾവിയാൽ ഉളവാകുന്ന ഒന്നാണെന്ന് റോമാലേഖനം 10:17 പറയുന്നു. വചനം അവനിൽ ഒരു പുതിയ സൃഷ്ടികർമ്മം നടത്തി. അവന്റെ പ്രത്യാശയെ തട്ടിയുണർത്തി. വിഷാദിച്ചിരുന്ന അവന്റെ ആത്മാവ് ചൈതന്യം പ്രാപിച്ചു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവനെ സൗഖ്യമാക്കുവാൻ ശക്തനെന്നവൻ വിശ്വസിച്ചു. അമേൻ, അമേൻ, ഹല്ലേലൂയ. ആ മുടന്തനായവന്റെ, എഴുന്നേക്കാൻ ത്രാണിയില്ലാതിരുന്നവന്റെ വിശ്വാസവും അഭിഷക്തന്റെ മേൽ കിടന്ന ദൈവകൃപയും കൂടെ കൂട്ടിയോജിച്ചപ്പോൾ അവിടെ അത്ഭുതം സംഭവിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവനിൽ സൗഖ്യമാകുന്ന ഒരു വിശ്വാസം വ്യാപരിച്ചപ്പോൾ, എഴുന്ന് കാലൂന്ന് നിൽക്കൂ എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു തുടങ്ങി. സ്തോത്രം. ദൈവമക്കളെ, ഈ വലിയ സൗഖ്യം 3 മണ്ഡലങ്ങളെ തൊടുന്നതാണ്. ഒന്ന് ദേഹത്തെ തൊടുന്നതാണ്, ഒന്ന് ദേഹിയെ തൊടുന്നതാണ്, ഒന്ന് ആത്മാവിനെ തൊടുന്നതാണ്. അതിനെയാണ് പൂർണ്ണ സൗഖ്യം എന്ന് പറയുന്നത്. ബാഹ്യമായൊരു സൗഖ്യമായിരിക്കും നാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി 3 മേഖലകളെയും തൊടുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവം നമ്മുടെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണമേ. ആശ്രയറ്റ ആരോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഒരു രക്ഷയില്ല, ഇനി മുന്നോട്ട് യാത്രയ്ക്കായി ഞാനൊന്നും കാണുന്നില്ല, ഒരു പ്രതീക്ഷയും കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരോ ഇന്നത്തെ ആമേൻ ഇരുളടഞ്ഞതുപോലെ, വഴിയടഞ്ഞതുപോലെ ആശയറ്റ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് വിശ്വസിക്കുക. നീ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ചലിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, താങ്ക് യു, ഇരുന്നു പോയതുപോലെയുള്ള അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ. യെസ്, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇരുന്നു പോയി, ഞാൻ ഇങ്ങനെ നടക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, ഞാൻ ഇരുന്നു പോയി. ഹറമ ശബ്ദന പ്രൗഢജാന. ഇന്ന് രാത്രി ആത്മാവിൽ പൗലോസ് ലീഗ വിളിച്ചു പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ വിളിച്ചു പറയാം, എഴുന്നേറ്റ് നടക്കാം. എഴുന്നേറ്റ് നീ നടക്കണം യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം അതാ. ശ്രദ്ധിച്ചേ. ആമേൻ, സ്തോത്രം, ആമേൻ. വിഗ്രഹാരാധികളായ ലുക്കവോന്യ നിവാസികൾ, മുടന്തനായ മനുഷ്യൻ തുള്ളിച്ചാടി നടക്കുന്ന കണ്ടപ്പോൾ, ആമേൻ, സ്തോത്രം, അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ടായി. അവരുടെ ദേവന്മാര് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവർ പറയാ, നമ്മുടെ ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അവർ നിലവിളിച്ചു പറഞ്ഞു. ബർന്നബാസിന് ഇന്ദ്രനെന്നും പൗലോസിന് മുഖ്യപ്രാസംഗികനാകയാൽ അവന് ബുധനെന്നും പേര് വിളിച്ചു. പോൾ വാസ് ദ മെയിൻ പ്രീച്ചർ, സോ ദേ കോൾഡ് ഹിം, ആമേൻ, ജൂപ്പിറ്റർ എന്ന് വിളിച്ചു. മറ്റേ പുള്ളിക്ക് സുയൂസ് എന്ന് വിളിച്ചു. ആമേൻ. ബർന്നബാസിന് ഇന്ദ്രനെന്നും മുഖ്യപ്രാസംഗിന് മെയിൻ പ്രീച്ചറിനെ അവര് ബുധനെന്നും വിളിച്ചു. സ്തോത്രം. ഇവർ മനുഷ്യരൂപമെടുത്ത ദേവന്മാരാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ, സ്തോത്രം, അടുത്തുള്ള നഗരപ്രാന്തത്തിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതന്മാർ മിഷണറിമാർക്ക് വേണ്ടി, കർത്താവിന്റെ അഭിഷക്തന്മാർക്ക് വേണ്ടി യാഗം അർപ്പിക്കാൻ കാളകളെയും അവയെ അടിയിക്കുവാനുള്ള പൂമാലയുമായി രംഗത്തെത്തി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നും ജ്ഞാനികളെന്ന് അഭിമാനിക്കുന്ന അനേകർ വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിലും വ്യർത്ഥമായ ആമേൻ ആചാരങ്ങളിലും പെട്ട് ഒഴുകിയിരിക്കുന്നത് എത്ര നഗ്നമായ ഒരു സത്യമാ. നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് കൊടുക്കേണ്ട സ്തുതിയും, കർത്താവിന് കൊടുക്കേണ്ട ആരാധനയും, കർത്താവിന് കൊടുക്കേണ്ട മഹത്വവും ആമേൻ പലരിലേക്കും ഡൈവേർട്ട് ചെയ്യുന്നത് പൈശാചിക തന്ത്രമാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യം ദൈവമക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ദൈവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിനകത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഇവരെ ആരാധിക്കാനായിട്ട് തുടങ്ങി. സ്തോത്രം. ഇത് അപ്പോസ്തലന്മാരെ ബർന്നബാസും പൗലോസും കണ്ടിട്ട് അവരുടെ വസ്ത്രം കീറിക്കൊണ്ട് പുരുഷന്മാരുടെ ഇടയിലേക്ക് ഓടി. താങ്ക് യു ജീസസ്. ഇവരെ ആരാധിക്കാൻ തുടങ്ങി. ആമേൻ. ജനത്തിന്റെ ലക്ഷ്യം, ജനത്തിന്റെ ആമേൻ ആ ഫോക്കസ് ഡൈവേർട്ടായി. അഭിഷക്തന്മാരുടെ ഹൃദയത്തിനകത്തൊരു നിർണയമുണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ എൻ്റെ കർത്താവ് മാത്രമാണ്, സ്തുതികൾക്ക് യോഗ്യൻ എൻ്റെ കർത്താവ് മാത്രമാണ്. ജനം ഡൈവേർട്ട് ചെയ്ത് ദൈവത്തിൻ്റെ സ്ഥാനം ഇവർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ചരിത്രമറിയാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ അവർ കണ്ടതാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കായകയാൽ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഹേരോദാവിന് കിട്ടിയ അടി
ആമേൻ. ഹേരോദാവിന് കിട്ടിയ അടിയെ പറ്റി നന്നായി അറിയാവുന്ന അപ്പോസ്തലന്മാര് വസ്ത്രം കീറി. ദൈവമക്കളെ, ആമേൻ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്ക് നമ്മൾ കൊടുത്തു പോയാൽ നമ്മൾ ശപിക്കപ്പെട്ടവനാണ്. We will be cursed. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അവൻ ദൈവരൂപത്തിൽ ദൈവത്തോട് ഹല്ലേലൂയ ദൈവമായിരിക്കെ അവന് തക്ക മഹത്വം കൊടുക്കാതെ, അവനെ ആരാധിക്കാതെ, മഹത്വം കൊടുക്കാതെ, ദൈവത്തിനുള്ള ആരാധന, ദൈവത്തിനുള്ള ട്രസ്റ്റ്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പക്ഷിക്കും നാൽക്കാലികൾക്കും മൃഗജാതികൾക്കും കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ശാപം, ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രതികൂലമായ കരം ജനത്തിന്റെ മേലിറങ്ങി. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമുക്ക് വി ക്യാൻ സേ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ലോർഡ് ജീസസ്. ദൈവത്തെ ആരാധിക്കണം. ജീസസ് ഈസ് worthy of our honor. He is worthy of our praises. പാട്ടുകാരോട് പറയാനുള്ളത്, ഒരിക്കലും ആരാധന സ്വീകരിക്കരുത്. ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. പ്രസംഗകരോട് ദൂത് പറയട്ടെ, ഒരിക്കലും ആരാധന സ്വീകരിക്കരുത്. കർത്താവാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഒരു മധ്യസ്ഥന്മാരും ആരാധനയ്ക്ക് യോഗ്യരല്ല. ആമേൻ. ഒരു ശിഷ്യന്മാരും ആരാധനയ്ക്ക് യോഗ്യരല്ല എന്ന് ഈ പാരഗ്രാഫ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ അങ്ങനെയുള്ളവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ നഖവും പല്ലും വെച്ച് ആരാധിക്കുന്ന കൂട്ടങ്ങൾ ക്രിസ്തീയ കൂട്ടങ്ങളിൽ തന്നെ ഉണ്ട്. റിലിക് വർഷിപ്പ് എന്നാണ് അതിന്റെ പേര്. ഭൗതിക അവശിഷ്ടങ്ങളെ വിശുദ്ധമെന്നും പരിശുദ്ധമെന്നും ഒക്കെ പ്രഖ്യാപിച്ച് നേർച്ച കാഴ്ചകൾ ഇടുന്ന ക്രൈസ്തവരുടെ മൗഢ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിയിട്ട് അവരുടെ കണ്ണുകൾ തുറക്കാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഏകമധ്യസ്ഥൻ സ്വർഗത്തിൽ ഭൂമിയിൽ നമുക്ക് വേണ്ടി, ഏകമധ്യസ്ഥൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്കായി പക്ഷപാതം ചെയ്ത യേശു എന്ന ഏകമധ്യസ്ഥൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അവർ ചെയ്തത് വസ്ത്രം കീറി. ഈ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ അഗാധമായ ദുഃഖത്തെ കാണിക്കുന്നതാണ്. ദൈവദാസന്മാർക്ക് അഗാധമായ ദുഃഖമുണ്ടായി. അവർക്ക് അർഹിക്കാത്ത ആരാധന ജനം തങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തപ്പോൾ അവർ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടു, അവർ ദുഃഖിച്ചു, അവർ ഹൃദയം കീറി. ദൈവമക്കളെ, എത്ര നല്ല പ്രസംഗം പ്രസംഗിച്ചാലും, എത്ര നല്ല പ്രവചനം പ്രവചിച്ചാലും, എത്ര നന്നായിട്ട് പാട്ടുപാടിയാലും, the glory belongs to the Lord. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഡൈവേർട്ട് ചെയ്തോണം, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വിട്ടോണം. ജനത്തെ ഒരിക്കലും നമ്മളിലേക്ക് ആകർഷിക്കരുത്. ഇറ്റ് ഈസ് our duty and our obligation to connect people with the Lord. ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാകട്ടെ നമ്മുടെ ശുശ്രൂഷകൾ. മഹത്വം ദൈവത്തിനുള്ളതാണ്. ഒരു നല്ല പ്രസംഗം പ്രസംഗിച്ചാൽ, നല്ല ഒരു ശുശ്രൂഷ ഉണ്ടായാൽ ആത്മാവിൽ പറയണം, all glory belongs to the Lord. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവർ നിലവിളിച്ചോണ്ട് അവർ പറയാ, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തുവാ? ഞങ്ങൾ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. ഒന്ന്, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള കേവലം മനുഷ്യരാ. 2, നിങ്ങൾ സ്വാർത്ഥ കാര്യങ്ങൾ, നിങ്ങൾ വ്യർത്ഥ കാര്യങ്ങളെ വിടണം. 3, ആകാശവും ഭൂമിയും അവനുള്ള സഹയം ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. സുവിശേഷം പറയുക ഇന്ന്. ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യരാണ്, കേവലം മനുഷ്യനാണ്. പത്രോസും യോഹന്നാനും പൗലോസും എല്ലാം തങ്ങളെ ആരാധിക്കാമെന്നവരോട് പറഞ്ഞു, പ്ലീസ് ഡു നോട്ട് വർഷിപ്പ് us. ഞങ്ങൾക്ക് ആരാധന സ്വീകരിക്കാൻ ഒരു വകുപ്പുമില്ല. ഞങ്ങൾ ആരാധന സ്വീകരിക്കേണ്ടവരല്ല. ഞങ്ങളും ഞങ്ങളുടെ സൃഷ്ടിതാവിനെ ആരാധിക്കുകയാണ്. സ്തോത്രം. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് തിരിയണം. നിങ്ങൾ എങ്ങോട്ടാ തിരിയേണ്ടത്? ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. ജീവനുള്ള ദൈവം, the living God. Hallelujah. Thank you Lord Jesus. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും, 17-ാം വാക്യം, ആകാശത്തുനിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. The 17th verse is the verse of prosperity. ദൈവത്തിന്റെ നന്മ. അവൻ ആകാശത്തുനിന്ന് മഴയും
ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് വേണ്ടി തന്നു. ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ഇതെല്ലാം തന്നത് ദൈവമാകട്ടോ. ആകാശത്ത് നിങ്ങൾക്ക് മഴ തന്നു, ഫലപുഷ്ടിയുള്ള കാലങ്ങൾ തന്നു, നിങ്ങൾക്ക് ആഹാരം തന്നു, സന്തോഷം തന്നു, നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു. സ്തോത്രം. ദാറ്റ് ഈസ് എ ടെസ്റ്റിമണി ദാറ്റ് ദ ലിവിംഗ് യുവർ ഗാഡ് ഈസ് സ്റ്റിൽ ലിവിംഗ്. ഓരോ നന്മകൾ കൈനീട്ടി വാങ്ങിക്കുമ്പോൾ ആത്മാവിൽ നമുക്ക് പറയാം, എൻ്റെ ദൈവം ജീവിക്കുന്നു. മൈ ഗാഡ് റെയിൻസ്, ജീസസ് ഈസ് അലൈവ്. അവർ യാഗം കഴിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പോയവരെ സ്തോത്രം ഹല്ലേലൂയ തടയാനിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. താങ്ക് യു ഗോഡ്, താങ്ക് യു ജീസസ്. ആമേൻ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. എവിടെയെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യരിലേക്ക് തിരിയുന്ന കണ്ടാൽ നമ്മുടെ വസ്ത്രം കീറണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഒരു മുന്നൊരുക്കമില്ലാത്ത ഒരു ഷോർട്ട് മെസ്സേജാ കൊടുക്കുന്നത് അവർക്ക്. 17-ാമത്തെ വാക്യം, അത്ഭുതകരനായ സൃഷ്ടാവായ ദൈവത്തിന്റെ മഹത്വത്തെ എടുത്തു കാണിക്കുന്ന ഒരു പ്രഭാഷണം. ആമേൻ. പ്രകൃതി ദൈവത്തോട് ആരാധിക്കുന്നവർ സൃഷ്ടാവിനെ കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രസംഗം ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുന്ന ആമേൻ മൗഢ്യതയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ആ പ്രസംഗം ആമേൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാർ വളരെ വിശ്വസ്തയോടുകൂടെ ഈ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്തു. ദാനിയേലിനെ പോലെ, എബ്രായ ബാലന്മാരെ പോലെ നമുക്കും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ സമയം അവസാനിപ്പിക്കും എങ്കിലും ഞാൻ പറയട്ടെ. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നുമുള്ള യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തെ പുറത്തേക്ക് അവൻ ഇഴച്ചു കളഞ്ഞു. സ്തോത്രം. കർത്താവിന്റെ അഭിഷക്തനെ കല്ലെറിയുകയാണ്. സ്തോത്രം. അവൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറന്തള്ളി. ആമേൻ. ലോകത്തിന്റെ ശക്തി ഇതാണ്. ആമേൻ. ഇന്ന് ആമേൻ ഇന്ദ്രനെന്നും ചന്ദ്രനെന്നും ഒക്കെ വിളിക്കുന്നവർ നാളെ കല്ലെറിയാൻ സാധ്യതയുണ്ട്. ഇന്നവർ ഹോശന്ന എന്ന് ആർത്ത് വിളിച്ചെങ്കിൽ നാളെ ക്രൂശിക്ക എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു എത്ര നല്ല രക്ഷകനാണ്. യേശു കർത്താവ് എത്ര നല്ല സ്നേഹിതനാണ്. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശു കർത്താവിന്റെ പുണ്യാഹ രക്തത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി കല്ലേറ് കിട്ടി. ആമേൻ. പീഡനം സഹിക്കുകയാണ്. കല്ലേറ് കിട്ടി. മരിച്ചെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി പൗലോസിനെ. അത്ര ക്രൂരമായ ആമേൻ പീഡയാണ് താൻ അനുഭവിച്ചത്. മരണത്തിന്റെ പടിവാതിക്കലെത്തിയ പൗലോസ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചില മിനിറ്റുകൾ സെക്കൻഡുകൾ മാത്രം. ഹല്ലേലൂയ. പൗലോസ് മരണത്തിന്റെ പടിവാതിക്കലെത്തി. ഇഞ്ചിഞ്ചായി കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചിട്ട് മരിച്ചെന്ന് വച്ച് വലിച്ചഴച്ചു കൊണ്ടുവന്നു. ശ്രദ്ധിക്കണമേ, തന്റെ മാംസങ്ങളെല്ലാം തറയിൽ കിടന്ന് ഒരഞ്ഞിട്ടുണ്ട്. അതിവേദന സഹിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ച് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവൻ ലുസ്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. സ്തോത്രം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു. കല്ലുകൊണ്ടുള്ള ഏറിന് കർത്താവിന്റെ ദാസൻ പൗലോസിനെ ക്ഷീണിപ്പിച്ചില്ല. തന്നെ ഒരു ദിവസം പോലും തളർത്തി കടത്തുവാൻ ആ കല്ലേറിന് ശക്തിയില്ലായിരുന്നു. താൻ അടുത്ത നിമിഷം തന്നെ ചാടി എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിൽ അവർ ചുറ്റിനും നിൽക്കുമ്പോൾ എഴുന്നേറ്റ് ദൈവവചനം പ്രസംഗിക്കാനായിട്ട് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയുക, നമ്മൾ അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാണെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉറപ്പിച്ചു. ദൈവമക്കളെ, ആർക്കുമില്ലാത്ത കഷ്ടതകളും കല്ലേറും
മരണത്തിന്റെ വക്കി വരെ കൊണ്ടുപോകുന്ന പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആത്മാവിലൊരു ദൂത് പറയട്ടെ, നിമിഷങ്ങൾക്കകം സ്വർഗം നിന്നെ എഴുന്നേൽപ്പിക്കും. കാരണം നീ അവിടെ നശിക്കേണ്ടവനല്ല, ചൂരച്ചിന്റെ തണലിൽ അവൻ പട്ടുപോകേണ്ടവനല്ല. നിനക്ക് വേണ്ടി ദൈവം നിന്റെ ദൂതനെ അയക്കും. അവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് അടുത്ത മിനിസ്ട്രിയിലേക്ക് ദൈവം കൊണ്ടുപോവാ. അടുത്ത മിനിസ്ട്രി എന്നറിയാമോ? കഷ്ടത കഴിഞ്ഞ അടുത്ത മിനിസ്ട്രി, തൊട്ടടുത്ത നിമിഷത്തിലെ മിനിസ്ട്രി. കഷ്ടതയിലൂടെ പോന്നവരെ അവൻ ആത്മാവിൽ പ്രബോധിപ്പിച്ചു, ഉറപ്പിച്ചു, അവരുടെ മനസ്സ് ഉറപ്പിച്ചു. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അവൻ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കും, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വസിച്ച് കർത്താവിൽ, സ്തോത്രം, ആമേൻ, കർത്താവിങ്കൽ ഫരമേൽപ്പിച്ചു. താങ്ക് യു. ഐ ആം വൈൻഡിങ് അപ്പ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കല്ലേറിന് പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഉണർവ്, കല്ലേറുകൾക്ക് പോലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത ഉണർവ്. ഒരു കാര്യം പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും കഷ്ടത്തിലൂടെ പോന്നെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, നിങ്ങളെ ബലപ്പെടുത്തട്ടെ, നിങ്ങൾക്ക് പുതിയ ദർശനവും കാഴ്ചപ്പാടും തരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ. ആമേൻ. എന്നെ പരിശുദ്ധാത്മ കൊണ്ടുവന്നൊരു വാക്യം ഇതാണ്: കഷ്ടതയിലൂടെ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, തീച്ചൂളിലൂടെ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, എല്ലാവരാലും കൈവിടപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ, വൈ ഗോഡ് അലൗഡ് ദാറ്റ് ഇൻ യുവർ ലൈഫ്. ആമേൻ. പൗലോസ്ലീഹ കല്ലേറുകൊണ്ട് മരിക്കുന്ന അവസ്ഥയിൽ, ആമേൻ, സ്തോത്രം, മരിച്ചെന്ന് കരുതി അവർ ഇട്ടിട്ട് പോയപ്പോ, ആമേൻ, പൗലോസ്ലീഹ എഴുന്നേറ്റ് വിശ്വാസികളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തിയെങ്കിൽ താൻ തന്നെ പിന്നീട് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കോരിന്ത്യർ 1:4 പറയുകയാണ്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസങ്ങൾ കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടതയിലുള്ളവരെ ആശ്വസിപ്പാൻ തക്കവണ്ണം ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ആമേൻ. കഷ്ടതയുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ആശ്വാസമുണ്ട്. എന്നെ കഷ്ടത്തിലൂടെ നടത്തുന്നത് എന്നേക്കാൾ വലിയ കഷ്ടത്തിലൂടെ പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആസ്വദിക്കുമാറാകട്ടെ. രാത്രി നല്ല ഉറക്കം തരട്ടെ. അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ ദൈവം തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നിങ്ങളെ മറച്ച് കർത്താവിൻ്റെ കരം നിങ്ങളെ തഴുകി ഉറക്കട്ടെ. രാത്രി കാലങ്ങളിൽ ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടുന്നത് ആത്മാവിൽ നിങ്ങൾ സെൻസ് ചെയ്യട്ടെ. ദൈവശബ്ദം കേൾക്കുവാനായി നിങ്ങളുടെ കാതുകൾ കൂർപ്പിച്ചിരിക്കട്ടെ. ദൈവം നിങ്ങളോട് സംസാരിക്കും, ദൈവം ഇടപെടും. ഭാവിയുടെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക്, ആമേൻ, അരുളപ്പാടുകളായി ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. ദൈവമക്കളെ, ഈ ക്ലാസ്സുകളുടെ നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറലി ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, ഒരു ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതറിയാൻ ആഗ്രഹമുണ്ട്.